റിലേഷൻഷിപ്പിന്റെ കേസിൽ പെർഫെക്റ്റ് ആയ ഒരാളെ കണ്ടെത്തുക എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് യോജിച്ചു പോകാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ ഹെൽത്തി ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളെ കണ്ടുമുട്ടുക എന്നുള്ളത്. സോ നിങ്ങളുടെ ലൈഫിൽ ഇനി പറയാൻ പോകുന്ന ക്വാളിറ്റീസ് ഉള്ള ഒരു പേഴ്സണെ കണ്ടെത്തിയാൽ അതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള സൈനാണ്, ഗ്രീൻ ഫ്ലാഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന്, ആ വ്യക്തി നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു കാര്യത്തിന് നോ പറഞ്ഞു, വീണ്ടും നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ബൗണ്ടറീസിനെയൊന്നും അവർ കളിയാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളെ ചെറുതാക്കി കാണുകയോ അല്ലെങ്കിൽ നിങ്ങളെ കുറച്ച് കൊച്ചാക്കി സംസാരിക്കുകയോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈനാണ്. ആ വ്യക്തി നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. രണ്ട്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒരു പ്രശ്നം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെന്റ് വരുന്ന സമയത്ത് വയലന്റ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ നിങ്ങളെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോന്ന് വിളിക്കുക, ഇങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് സംസാരിച്ച് തീർക്കാം. പ്രശ്നമുണ്ടെന്നുള്ളത് മനസ്സിലായി, പക്ഷെ സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവര് തയ്യാറാവുന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രോപ്പറായിട്ട് സംസാരിച്ച് ആ പ്രശ്നം തീർക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു ഗ്രീൻ ഫ്ലാഗ്. ഇനി മൂന്ന്, അവരുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് തേർഡ് ഗ്രീൻ ഫ്ലാഗ്. ഒരു ദിവസം വന്ന് വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു, പിന്നീട് ഡിസ്റ്റൻസ് ഇടുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം വന്ന് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് നൽകുന്നു, പിന്നീട് ഡിസ്റ്റൻസ് കാണിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നില്ല. കംപ്ലീറ്റ് ആയിട്ടും അവരുടെ ഭാഗത്തുനിന്നുള്ള ഓരോ ആക്ഷൻസിനും വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു സ്ഥിരത കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അവരെങ്ങനെയാണോ സ്നേഹം പ്രകടിപ്പിക്കുന്നത്, അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ, ഇതെല്ലാം ഒരു സ്ഥിരതയോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നെക്സ്റ്റ് ഒരു ഗ്രീൻ ഫ്ലാഗ്. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ വിജയത്തില് അവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഗ്രോ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ജലസ് ഫീൽ ചെയ്യുന്നില്ല, പകരം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഇനിയും മുന്നോട്ട് പോവാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ. ആൻഡ് ഫൈനലി, അവരുടെ ഭാഗത്തുനിന്നും ആ റിലേഷൻഷിപ്പിന് വേണ്ട എഫേർട്സ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നമ്മളെ ശ്രദ്ധിക്കൂ അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടൂ, എനിക്ക് ഇതാണ് ആവശ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ പുറകെ പോയി റിക്വസ്റ്റ് ചെയ്യുകയോ ബെഗ് ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമില്ല ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ. സോ നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് അറ്റൻഷൻ നൽകുന്നുണ്ട്, നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഇതാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. സോ അവരുടെ ഭാഗത്തുനിന്നും ആ റിലേഷൻഷിപ്പിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് ആ ഒരു സെക്യൂർ ഫീൽ നൽകുന്നതിന് വേണ്ടി, ആ റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്സ് അവരുടെ ഭാഗത്തുനിന്നും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഫ്ലാഗ്. ഇത്രയും ഗ്രീൻ ഫ്ലാഗ്സ് ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ ഒരു പേഴ്സൺ റിലേഷൻഷിപ്പ് ഹെൽത്തി വേയിൽ ലീഡ് ചെയ്യാൻ കേപ്പബിൾ ആണ് എന്നുള്ളത്.